ജുമാ മുബാറക്കിൽ ഇന്ന് പണ്ഡിതനും പ്രഭാഷകനുമായ ജനാബ് ഹബീബ് റഹ്മാൻ കീഴ്ശ്ശേരി സംസാരിക്കുന്നു. ബിസ്മില്ലാഹി വഖഫ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കരുണാവാരിധിയായ പടച്ചതമ്പുരാന്റെ കരുണാകടാക്ഷങ്ങൾ നമ്മിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ. സന്തുലിതത്വം ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു താളമാണ്. പ്രപഞ്ചഘടനയിൽ ഒരു വിധത്തിലുള്ള താളപ്പിഴയും കാണുക സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ അത് പറയുന്നുണ്ട്. ഇന്നാ കുല്ല ഷൈഇൻ ഖലഖ്നാഹു ബിഖദർ. എല്ലാ കാര്യത്തിനും അള്ളാഹു ഒരു ക്രമം നിശ്ചയിച്ചിട്ടുണ്ട്, വ്യവസ്ഥ നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ താളക്രമത്തിനനുസരിച്ച് മനുഷ്യരുടെ ജീവിതത്തെയും ക്രമപ്പെടുത്തുക എന്നതാണ് ഇസ്ലാം ചെയ്തിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ എല്ലാ നിലപാടുകളിലും സന്തുലിതത്വ സമീപനം സ്വീകരിക്കണം എന്ന് ഇസ്ലാം ആവശ്യപ്പെടുന്നു. സന്തുലിത സമൂഹമാകണം എന്നതിന് ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്ത എന്നാണ്. അപ്രകാരം നാം ഈ സമൂഹത്തെ ഒരു ഉമ്മത്തൻ വസത്ത്, ഒരു മധ്യമ സമൂഹമാക്കിയിരിക്കുന്നു. വസ്തിയത്ത് എന്നാണ് മധ്യമ നിലപാടിനെ, സന്തുലിത സമീപനത്തെ പറഞ്ഞത്. ഭാഷയിൽ അത് വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചകചര്യയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ 3 അർത്ഥങ്ങളാണ് വസ്തുയത്തിന് നമുക്ക് കാണാൻ കഴിയുക. കലം അധ്യായത്തിലെ 28-ാം സൂക്തത്തിൽ നീതി വ്യവസ്ഥ, ന്യായം എന്ന അർത്ഥത്തിലാണ് വസ്തു എന്നത് പ്രയോഗിച്ചത്. 2-ാമത്തെ അർത്ഥം നന്മ എന്നാണ്. നന്മ മിതത്വത്തിൽ ഏറ്റവും മികച്ചതായത്, ഏറ്റവും മികച്ചത് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കപ്പെടുന്നത്. 3-ാമത്തേത് 2 തീവ്ര സമീപനങ്ങൾക്കിടയിലെ മധ്യമമായ നിലപാട്. അത് വിശ്വാസ പ്രമാണങ്ങളിലും ആരാധനാ ജീവിതത്തിലും ധാർമ്മികമായ ഇടപാടുകളിലും പ്രവർത്തനങ്ങളിലും ഇടപാടുകളിലും എല്ലാത്തിലും മധ്യമമായ നിലപാട് സ്വീകരിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ തീവ്രമായ സമീപനങ്ങളോ ജീർണമായി പോകുന്നതിൻ്റെയും മധ്യയുള്ള മധ്യമ നിലപാടാണ് എല്ലായ്പ്പോഴും ഉണ്ടാകേണ്ടത്. തീവ്രതക്കും ജീർണതക്കും മധ്യേ എന്ന് പറയുന്നത് പോലെ. അപ്പോൾ അത് ജീവിതത്തിൻ്റെ എല്ലാ കാര്യത്തിലും, ഇപ്പം ഒരു മതജീവിയായിട്ട് ഇസ്ലാം മനുഷ്യനെ കാണുന്നില്ല. മതജീവി എന്ന് പറഞ്ഞാൽ ഒരു ആരാധനാജീവിയായിട്ട്, ആരാധനാപരമായ കാര്യങ്ങളോടൊപ്പം തന്നെ ആരാധനാ കാര്യങ്ങളിൽ പോലും തീവ്രത പുലർത്തരുത് എന്നാണ് പ്രവാചക പാഠം. ആരാധനയിലും സന്യാസത്തിലും ഭക്തിയിലും അതിലൊക്കെയുള്ള ദിവ്യവശത്തെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം ആയി തന്നെ കാണുന്നതോടൊപ്പം തന്നെ പ്രവാചകാനുയായികൾ ആരാധനയിൽ മാത്രം പൂർണ്ണമായി അർപ്പിതരാകാനും ലൗകിക ജീവിതത്തിൽ നിന്നും ഉൽപാദനത്തിൽ നിന്നും സർഗാത്മകമായ ജീവിതത്തിൽ നിന്നും പിന്മാറാൻ ആവശ്യപ്പെടുന്ന മതസങ്കല്പമല്ല മുഹമ്മദ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം ജീവിതത്തോട് ആവശ്യപ്പെടുന്നത്. വെള്ളിയാഴ്ച പ്രാർത്ഥനയെ കൽപ്പിക്കുന്ന വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. വെള്ളിയാഴ്ച നമസ്കാരത്തിന് വേണ്ടി, ജുമ നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടുന്നവരോട് വിശുദ്ധ ഖുർആൻ പറയുന്നത്, വിശ്വസിച്ചവരെ, വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കുള്ള ആഹ്വാനം ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് നിങ്ങൾ നീങ്ങണം. നിങ്ങളുടെ കച്ചവടങ്ങൾ, നിങ്ങളുടെ വ്യാപാരങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണം. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അതാണ്. ആ ജുമാ നമസ്കാരം കഴിഞ്ഞാലോ, നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപരിക്കണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ തേടണം. അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കണം. നിങ്ങൾക്ക് വിജയം നേടാൻ കഴിയും. ജുമാ സൂക്തങ്ങൾ വിശദീകരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇസ്ലാമിലെ ആരാധനാകർമ്മങ്ങളിൽ പോലും നമസ്കാരത്തിന് വരണം എന്ന് പറയുന്നു. ആ നമസ്കാര ശേഷം നിങ്ങൾ ഭൂമിയിൽ വ്യാപരിക്കണം. എന്നിട്ട് ഭൂമിയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ തേടണം. ഭൗതിക ജീവിതത്തിൻ്റെ എല്ലാ നന്മകളെയും നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയണം. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പഠിക്കാൻ വേണ്ടി 3 പേര് പ്രവാചകൻ്റെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവർ പ്രവാചകൻ്റെ ജീവിതത്തെക്കുറിച്ച് കേട്ടപ്പോൾ അവർക്ക് തോന്നി, ഇങ്ങനെ ജീവിച്ചാൽ ശരിയാവുകയില്ല. അവർ പറയുകയാണ്, അതിലൊരാൾ പറഞ്ഞു, ഞാൻ ഇനി ഒരിക്കലും രാത്രിയിൽ ഉറങ്ങുകയില്ല. ഞാൻ പ്രാർത്ഥനയിൽ മുഴുകി സാഷ്ടാംഗം നമിച്ച് നിരന്തരം നമസ്കാരത്തിൽ പ്രാർത്ഥനയിലായിരിക്കും ഞാൻ. ഒരു ഉറക്കത്തിൻ്റെ ഒരു പോള പോലും ഞാൻ കണ്ണടക്കുകയില്ല. അങ്ങനെ ശപഥം ചെയ്യുന്ന ഒരാൾ. 2-ാമത്തെ ഒരാൾ പറയുന്നത്, ഞാൻ പകലുകളിൽ മുഴുവൻ നോമ്പെടുക്കും,
മൂന്നാമത്തെ ഒരാൾ പറയുന്നത് ഞാൻ വിവാഹം കഴിക്കുകയില്ല. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ഈ കാര്യം പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അതെൻ്റെ ചര്യയിൽപ്പെട്ടതല്ല. ഞാൻ രാത്രി നമസ്കരിക്കാറുണ്ട്, ഉറങ്ങാറുണ്ട്. ഞാൻ പകലുകളിൽ ചില ദിവസങ്ങളിൽ നോമ്പെടുക്കാറുണ്ട്, നോമ്പെടുക്കാതിരിക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്. എൻ്റെ ചര്യ ആരാണോ പിൻപറ്റുന്നത് അതാണ് എൻ്റെ ജീവിതക്രമം ഉണ്ടാകേണ്ടത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യൻ എന്ന് പറയുന്നത് മനസ്സും ശരീരവും ആത്മാവുമാണ് എന്ന് നമ്മൾ അറിയണം. ഭൂമിയിൽ ഒരു പിടി കളിമണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുകയും അതോടൊപ്പം തന്നെ ആത്മാവ് സന്നിവേശിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള മനുഷ്യൻ ഈ മണ്ണിൻ്റെ ഗുണങ്ങളും അതോടൊപ്പം തന്നെ മാലാഖമാരുടെ ഗുണങ്ങളും ഒരുമിച്ച് സന്തുലിതമായ സമീപനത്തോടു കൂടി കാണണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മനുഷ്യനെ ശുദ്ധീകരിക്കാൻ കഴിയുന്ന ഏറ്റവും ജീവിതത്തിൻ്റെ എല്ലാ നന്മകളും സ്വീകരിക്കുകയും പടച്ചതമ്പുരാനെ മറക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ്. ഇങ്ങനെ സന്തുലിത സമീപനം ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അടിസ്ഥാനപരമായ നിയമങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് ശാഖാപരമായി നിശ്ചയിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മറന്നുപോവുകയും എല്ലാത്തിലും തീവ്രമായ സമീപനം സ്വീകരിക്കുകയും ചില ആളുകളെ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഇസ്ലാമിന് നൽകിയിട്ടുള്ളത് ഓരോന്നിനെയും ഓരോ സ്ഥാനത്ത് വെക്കാനാണ്. അങ്ങനെ വെക്കുമ്പോൾ ഇസ്ലാമിലെ എല്ലാ വിഷയങ്ങൾക്കും ഒരു സ്ഥാനമല്ല ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. വിശ്വാസികൾക്ക് ഏകാഭിപ്രായമുണ്ടാവേണ്ട അടിസ്ഥാനപരമായ വിഷയങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ 2 അഭിപ്രായമോ, ചിലപ്പോൾ 3 അഭിപ്രായമോ, ചിലപ്പോൾ 100 കണക്കിന് അഭിപ്രായങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുള്ള വിഷയങ്ങളും ഉണ്ടാകും. ഈ സന്തുലിതമായ കാഴ്ചപ്പാട് കൈവിട്ടാൽ സംഭവിക്കുന്നത്, നാം പിടിച്ചിരിക്കുന്ന ഏതൊരു അഭിപ്രായമാണോ ഉള്ളത് ആ അഭിപ്രായത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം ഉണ്ടാവുകയും ആ 2 അഭിപ്രായത്തിന് സാധ്യതയുള്ള വിഷയങ്ങളിൽ ഒരഭിപ്രായത്തിന് വേണ്ടി നിലകൊള്ളൽ വിട്ടുവീഴ്ചയില്ലാത്ത ഇസ്ലാമിക പ്രവർത്തനമായി തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്ന ചില സന്ദർഭങ്ങളിലും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അടിസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് മാറാൻ പറ്റാത്ത കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കണം. അടിസ്ഥാനങ്ങളിൽ ഒരു തരത്തിലുള്ള പക്ഷപാതിത്വം ഉണ്ടാകാൻ പാടില്ല. പണ്ടുകാലങ്ങളിൽ മദ്ഹബുപരമായ പക്ഷപാതിത്വം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മദ്ഹബ് വിരുദ്ധ പക്ഷപാതിത്വം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള എല്ലാതരം പക്ഷപാതിത്വങ്ങളിൽ നിന്നും അതീതമായിരിക്കണം എന്ന് നാം മനസ്സിലാക്കണം. പ്രവാചകൻ്റെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പ്രമുഖരായ സഹാബിമാരുമായി 30-ൽ കൂടുതൽ കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ വീക്ഷണ വ്യത്യാസം പുലർത്തിയിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒന്നിലധികം അഭിപ്രായങ്ങളുള്ള വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരഭിപ്രായം സ്ഥാപിക്കാനല്ല, പ്രമാണങ്ങളുടെ പിൻബലമുള്ളതും അഭിപ്രായ ഭേദമില്ലാത്തതുമായ കാര്യങ്ങൾക്ക് ആണ് മുസ്ലിം ഉമ്മത്ത് അവരുടെ അധ്വാന പരിശ്രമങ്ങൾ വിനിയോഗിക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്ലാം മനുഷ്യനോട് ആവശ്യപ്പെടുന്നത് കാര്യങ്ങളെ ഏറ്റവും ലളിതമാക്കാനാണ്, ഏറ്റവും സരളമായി ചെയ്യാനാണ്. മതിയായ ന്യായങ്ങൾ നിലനിൽക്കെ അക്ഷരവായനകൾ നടത്തി വിഷയങ്ങളെ സങ്കീർണമാക്കുവാൻ ഒരിക്കലും ഇസ്ലാം അനുവദിച്ചിട്ടില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, യസ്സിറു വലാ തുഅസ്സിറു ബശ്ശിറു വലാ തുനഫിറു. നിങ്ങൾ എളുപ്പമാക്കുക, നിങ്ങൾ ക്ലേശമുണ്ടാക്കരുത്, നിങ്ങൾ സുവാർത്ത അറിയിക്കുക, നിങ്ങൾ ഒരിക്കലും പ്രയാസങ്ങൾ ഉണ്ടാക്കരുത് എന്ന് ഇസ്ലാമിക അടിസ്ഥാനമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു പ്രവാചകൻ്റെ അടുക്കൽ ഒരു സഹാബി, ഒരു അനുചരൻ വന്ന് ഒരിക്കൽ പറഞ്ഞു, ഞാൻ സ്വയം അപകടത്തിൽപ്പെടുകയും മറ്റൊരാളെ അപകടത്തിലാക്കുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ചോദിച്ചു, എന്താണ് കാര്യം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, റമളാനിൻ്റെ പകലിൽ ഞാൻ എൻ്റെ സഹധർമ്മിണിയുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടുപോയി. പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞു, എങ്കിൽ താങ്കൾ ഒരു അടിമയെ മോചിപ്പിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അടുക്കൽ മോചിപ്പിക്കുവാൻ അടിമകളൊന്നുമില്ലല്ലോ. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, എങ്കിൽ 2 മാസം തുടർച്ചയായിട്ട് നീ ഉപവസിക്കണം, നോമ്പനുഷ്ഠിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, എങ്കിൽ 60 പേർക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞാൻ പരമദരിദ്രനാണ്, എൻ്റെ അടുക്കൽ 60 പേർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള വകയൊന്നുമില്ല. അപ്പോൾ പ്രവാചകൻ കുറച്ചു നേരം ആലോചിച്ചിരുന്ന് വീട്ടിനകത്ത് പോയിട്ട് ഒരു കൊട്ട ഈത്തപ്പഴം എടുത്തു കൊണ്ടുവന്ന് അദ്ദേഹത്തിന് നേരെ നീട്ടി, ഇത് കൊണ്ടുപോയി മദീനയിലെ 60 ദരിദ്രർക്ക് നൽകുക. അപ്പോൾ ഇത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നബിയെ, എൻ്റെ കുടുംബത്തോളം ദരിദ്രമായ ഒരു കുടുംബവും മദീനയിലില്ലല്ലോ
ഇത് കേട്ടപ്പോൾ പ്രവാചകൻ തൻ്റെ അണപ്പല്ലുകൾ പുറത്തു കാണിക്കുമാറ് ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എങ്കിൽ ഇത് കൊണ്ടുപോയി നിന്റെ കുടുംബത്തെ ഭക്ഷിപ്പിക്കുക. എത്ര മനോഹരമായിട്ടാണ് പ്രവാചകൻ ഗുരുതരമായ ഒരു പാപം ചെയ്ത് ഒരടിമയെ മോചിപ്പിക്കേണ്ടുന്ന, അല്ലെങ്കിൽ 2 മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കേണ്ടുന്ന, അതിന് സാധ്യതമല്ലെങ്കിൽ 60 പേർക്ക് ഭക്ഷണം നൽകേണ്ടുന്ന ഒരു കുറ്റത്തെ, പശ്ചാത്താപ കുറ്റത്തെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഭക്ഷണം അദ്ദേഹത്തിന് തന്നെ നൽകുന്ന വിധത്തിൽ ഒരു വിഷയത്തെ ലഘൂകരിച്ച് ഒരു മനുഷ്യന് സാധ്യമാകുന്ന വിധത്തിലേക്ക് അതിനെ കൊണ്ടെത്തിക്കുന്ന, മനുഷ്യന് സാധ്യമല്ലാത്തതൊന്നും ചെയ്യരുത് എന്ന ഒരു നിലപാടിലേക്ക് മനുഷ്യരെ കൊണ്ടെത്തിക്കുന്ന അനുഗ്രഹീതമായ നിലപാട് നമുക്കിതിൽ കാണാൻ കഴിയും. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു മനുഷ്യൻ ഓടി വന്നിട്ട് അള്ളാഹുവിൻ്റെ പള്ളിയിൽ മൂത്രമൊഴിച്ചു. ഉടനെ തന്നെ എഴുന്നേറ്റ് അദ്ദേഹത്തിന് മൂത്രമൊഴിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ ബത്സിക്കുവാനും പ്രയാസപ്പെടുത്തുവാനും ആളുകൾ ഒരുങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിനെ നിങ്ങൾ പ്രയാസപ്പെടുത്തണ്ട, മൂത്രം മുറിഞ്ഞു പോകുന്ന വിധം അദ്ദേഹത്തെ നിങ്ങൾ ദ്രോഹിക്കരുത്. അദ്ദേഹം മൂത്രമൊഴിച്ച് കഴിഞ്ഞതിന് ശേഷം പള്ളിയിൽ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് ആ മൂത്രമൊഴിച്ച ഭാഗം കഴുകി വൃത്തിയാക്കുക എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുയായികളോട് പറയുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ എളുപ്പമുള്ളവരായിട്ടാണ്, പ്രയാസമുണ്ടാക്കുന്നവരായിട്ടല്ല നിങ്ങൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നാം ഇത് മനസ്സിലാക്കണം. ആളുകളെ കുടുസാക്കുന്നതോ ആളുകളെ പ്രയാസപ്പെടുത്തുന്നതോ അല്ല ഇസ്ലാം ദീൻ എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. ഏറ്റവും പ്രയാസമുള്ള സന്ദർഭങ്ങളിൽ പോലും ഏറ്റവും അനുഗ്രഹീതമായ വിധത്തിൽ ആളുകൾക്ക് ആശ്വാസം നൽകുന്ന വിധത്തിലായിരിക്കണം ഇസ്ലാമിൻ്റെ കൽപ്പനകളെ സമൂഹത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും നമസ്കാരത്തിൽ പോലും ധാരാളമായി ഖുർആൻ പാരായണം ചെയ്ത് പിറകിൽ നമസ്കരിക്കുന്ന, തൻ്റെ അണികൾക്ക് പ്രയാസമുണ്ടാക്കുന്ന വിധത്തിലുള്ള നമസ്കാരം പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ തൻ്റെ പിന്നിലുള്ള ആളുകളെ പരിഗണിക്കേണ്ടുന്നതിൻ്റെ രീതിയെക്കുറിച്ച് രീതിശാസ്ത്രമാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ഏറ്റവും അനാവശ്യമായ, ദുരൂഹമായ, സങ്കീർണതകൾ വലിച്ചിടുന്നതുമായ ചോദ്യങ്ങൾ ചോദിച്ച് ഇസ്ലാമിൻ്റെ പ്രായോഗികതയെ നശിപ്പിക്കുന്നതിനെ പറ്റിയും ഖുർആൻ ഗൗരവമായി ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ചുരുക്കത്തിൽ മതാനുഷ്ഠാനങ്ങളിലും തീവ്രത പുലർത്തുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഹജ്ജിന്റെ സന്ദർഭം കഴിഞ്ഞല്ലോ. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവസാനത്തെ വിടവാങ്ങൽ ഹജ്ജിന്റെ നേരത്ത് മുസ്ദലിഫയിലെത്തിയ പ്രവാചകൻ മിനയിൽ എറിയാൻ ആവശ്യമായ കല്ലുകൾ പെറുക്കിയെടുക്കുവാൻ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് ആവശ്യപ്പെടുന്ന ഒരു രംഗമുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെറിയ കല്ലുകൾ പെറുക്കി കൊടുത്തു. അവിടുന്ന് പറഞ്ഞു, അതെ, ഈ വലിപ്പത്തിലുള്ളത് തന്നെയാണ് വേണ്ടത്. നിങ്ങൾ ദീനിൽ അതിര് കവിയുന്നത് സൂക്ഷിക്കുക എന്ന്. ചില ആളുകളൊക്കെയും വിചാരിക്കുന്നത് അങ്ങനെ കല്ലെടുത്തെറിയുന്നത് വലിയ കല്ലുകൊണ്ടാക്കണം എന്നല്ല, ചെറിയ കല്ലുകൾ കൊണ്ടാണ് അത് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. എത്രയായിരുന്നാലും നാം മനസ്സിലാക്കേണ്ടത് എല്ലാവിധത്തിലുള്ള അതിര് കവിച്ചിലുകളിൽ നിന്നും മനുഷ്യൻ വിമോചിതനാവുക എന്നതാണ്. അങ്ങനെ വിമോചിതനാകുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല, ഏറ്റവും സാമൂഹികമായ ഒരു മെച്ചപ്പെട്ട ജീവിതം സാധ്യതമാകും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ കാർക്കശ്യം പുലർത്തുന്നത് ചിലപ്പോൾ ആത്മാർത്ഥത കൊണ്ടായിരിക്കും ചില ആളുകളെങ്കിലും. പക്ഷേ കാലം, ദേശം, ചുറ്റുപാട്, ഇസ്ലാമിൻ്റെ മുൻഗണനാക്രമങ്ങൾ, അതിനെക്കുറിച്ചുള്ള കൃത്യമായ അറിവ്, അതോടൊപ്പം അതൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാനും മനസ്സിലാക്കാനുമുള്ള കഴിവുണ്ടാകും. അപ്പോൾ അക്ഷരവായനകളില്ലാത്ത ഒരു ഇസ്ലാമിനെ മനസ്സിലാക്കുവാനും ഇസ്ലാമിൻ്റെ സൗന്ദര്യത്തെ, അതിൻ്റെ മനോഹാരിതയെ, എല്ലാവിധത്തിലുള്ള അതിർകവിച്ചലുകളിൽ നിന്നും അപ്പുറത്തുള്ള തീവ്രതകളില്ലാത്ത, ജീർണതകളില്ലാത്ത സുന്ദരമായ ഇസ്ലാമിനെ അതിൻ്റെ സ്വഭാവ സവിശേഷതകളോടുകൂടി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് നിരന്തരമായ വായനയും പഠനവും നമുക്കുണ്ടാകേണ്ടതുണ്ട്. പടച്ചതമ്പുരാൻ അതിനനുഗ്രഹിക്കുന്ന ഏറ്റവും നല്ലവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ.